നേരെ ഒന്ന് കണ്ണൻ്റെ മുമ്പിലോട്ട് നോക്കുമ്പോൾ പുള്ളിങ്ങനെ നിൽക്കുക. എന്നെ മറന്നു പാടിയാൽ എൻ്റെ പാട്ടുണ്ടാകും. എത്ര നോക്കിയിട്ടുണ്ട്, പഠിച്ച പുള്ളി 18 നോക്കിയാണ്. എന്നാൽ എൻ്റെ കൂടെ പാടുന്നത് രാധാകൃഷ്ണൻ കല്യാണം കഴിയാണ്, രക്ഷയില്ല. അപ്പം ഞാനപ്പോൾ കഥാപിക്ക് ഏതാണ്ട് മൂല്യമുള്ളതായി. അപ്പോഴും ബെല്ലാറിനെ വിസരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പുള്ളി തീർത്ത് സമയമായി, നമ്മൾ കൃഷ്ണനെ മറന്നു പോയിരിക്കുന്നത്. അപ്പോൾ പുള്ളി ഒന്ന് ഓർത്തിട്ട് പുള്ളി മറന്നു. എത്ര നോക്കിയിട്ടും സാവധാനം കിട്ടുന്നില്ല. 365 ദിവസം നിങ്ങൾ നാളെ അഷ്ടം നോക്കുമ്പോൾ ആ പെട്ടി, ഞങ്ങൾ പാടുന്ന ഇടയ്ക്കയുടെ താഴെ പെട്ടിയിരിക്കുന്നു. അവിടെ 360 ദിവസം അഷ്ടമിരുന്ന് പുസ്തകത്തിലുണ്ടാകും. ഞാൻ പറഞ്ഞു, താമസിക്കുന്ന ഈ രാധാകൃഷ്ണൻ പറഞ്ഞത് പുള്ളി അഷ്ടമിൽ പുസ്തകത്തിൽ വരുന്നു. പെട്ടി അരിച്ചു വരും തട്ടി, അഷ്ടമിത പുസ്തകമില്ല, അരിച്ചു വരും തട്ടി അഷ്ടമിൽ പുസ്തകമില്ല. അന്ന് കൃഷ്ണാവതാരം പാടാതെ അടുത്ത ഐക്യവതാരം പാടി സമർപ്പിച്ചു. എനിക്ക് മനസ്സിന് വിഷമമായ കാര്യം, അവതാര അഷ്ടപതി പാടിയിട്ട് കൃഷ്ണാവതാരം പാടാതെ ഒരു ജീവിതത്തിൽ പാടുക എന്ന് പറഞ്ഞാൽ ഇതിപ്പരെ എന്താ വിഷമമായിട്ട് ഞാനിങ്ങനെ പ്രദക്ഷിണം വെച്ച് ഇടയ്ക്ക് കൊണ്ട് തൂക്കി നേരെ ഒന്ന് കണ്ണൻ്റെ മുമ്പിലോട്ട് നോക്കുമ്പോൾ പുള്ളിങ്ങനെ നിൽക്കുക. എന്നെ മറന്നു പാടിയാൽ എൻ്റെ പാട്ടുണ്ടാകും. സത്യമാട്ടോ, ഞാൻ ഒരിക്കലും കള്ളം, എന്നെ പ്രസവിച്ച അമ്മ സത്യം പറഞ്ഞു. ഇത് പാടി ഞാൻ അറിയാതെ ഭഗവാനെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അടിയനുണ്ടായ അപരാധത്തിന് ക്ഷമ ചോദിക്കുന്നു. നമസ്കരിച്ചിട്ട് ഞാൻ പ്രദക്ഷിണം വെച്ച് ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടിയുടെ അവിടെ പുസ്തകം ഗീത പോയി അഷ്ടപതി നേരെ ഇരിപ്പുണ്ടവിടെ. ഇത് നടന്ന സംഭവമാണ്. അപ്പം അത്ര പ്രിയമാണ് ഭഗവാന്. അഷ്ടപതി എങ്ങനെ പാടിയാലും കണ്ണൻ നമുക്ക് കേൾക്കാൻ കുറച്ച് എന്താ പറയുക, സംസ്കൃതമാകുന്ന ഭാഷയായതുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവും. പക്ഷെ എങ്കിൽ പോലും കണ്ണൻ അത് കേൾക്കുന്നുണ്ടെന്നുള്ളത് സത്യമായിരുന്നു. നമ്മുടെ മനസ്സിൽ തോന്നിയ അഹങ്കാരത്തിന് ആ അവതാരങ്ങൾ വേറെ ഏത് അവതാരം മറന്നാലും കുഴപ്പമില്ല. പക്ഷെ കൃഷ്ണാവതാരം മറന്നുപോയി പാടേണ്ട വന്ന ഒരു ദിവസം അന്ന് ഞാൻ മനസ്സിലാക്കി, ഭഗവാൻ നമ്മൾ ചെയ്യുന്ന അടിയന്തരം അത് സത്യമാണ്. ഉത്തരവാദിത്വത്തോടുകൂടി എളിമയോടെ, ഭക്തിയോടെ, ശുദ്ധിയോടെ, വൃത്തിയോടെ അത് ഭഗവാനിലേക്ക് നടത്തണം. അത് മനസ്സോടുകൂടി, ഒച്ചയില്ലെങ്കിൽ പോലും നമ്മൾ പാടുക, ആ പ്രവൃത്തിക്കാണ് അവിടെ, ആ കർമ്മത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ദശാവതാര അഷ്ടപതി തന്നെയാവട്ടെ, വളരെ ശ്രദ്ധയോടൊന്ന് കേൾക്കണം. കാര്യം അഷ്ടപതി നമുക്ക് സംസ്കൃതമാകുന്ന ഭാഷയായതുകൊണ്ട്. വനഭുവശ്യാമസ്തമാലദ്രുമൈ നക്തം ഭീരുദയം ത്വമേവ ദതിമൗലാധേ ഗൃഹം പ്രാപയ. ഇത്തം നന്ദനിദേശദശ്ചലിതയോ പ്രത്യധ്വഗുഞ്ചദ്രുമം രാധാ മാധവയോർജയന്തി യമുനാകൂലേ രഹ കേളയാ. വാഗ്ദേവതാചരിതചിത്രിതചിത്തസത്മാ പത്മാവതീ ചരണചാരണചക്രവർത്തി ശ്രീമാതുദേവരതികേളികഥാസമേത മേദന്തനോദി ജയദേവ കവിപ്രബന്ധം. യദി ഹരിസ്മരണേ സരസം മനോ
राधा जयदेव सरस्वती भक्ति कोपी न विश्रुत श्रुतिधरो भूयि कविष्मापदे कविष्मापदे